വയനാട്ടിലെ ആളെക്കൊല്ലിക്കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം 7ാം ദിവസത്തിലേക്ക്. ബേലൂർ മഗ്ന പനവല്ലിക്കടുത്ത് എമ്മടി എന്ന പ്രദേശത്താണ് ഇപ്പോഴുള്ളത്. ഡോക്ടർ അരുൺ സക്കറിയയും ദൗത്യ സംഘത്തിനൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേരുകയാണ്. എല്ലാ ദിവസവും ആനയെ പിടികൂടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് വനം വകുപ്പ് വനത്തിനുള്ളിലേക്ക് പോകുന്നത്. പക്ഷേ ഈ 6 ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബേലൂർ മഗ്നയെ പിടികൂടാൻ വനം വകുപ്പ് അടുത്തെത്തിയെങ്കിലും കൂടെ മറ്റൊരു മോഴയാന ഉണ്ടായിരുന്നതിനാൽ ദൗത്യസംഘത്തിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആന നിറയെ കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ നിന്നും ആനയെ പുറത്ത് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ആന മാറിയാൽ മാത്രമേ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാനാവുള്ളൂ എന്നാണ് DFO അറിയിക്കുന്നത്. ഇന്നലെ രാത്രി ആന പനവല്ലി മേഖലയിൽ എത്തിയിരുന്നു. പനവല്ലിയിലെ കാപ്പിത്തോട്ടങ്ങളിൽ ആന നിലയുറപ്പിച്ചതോടെ ഉന്നത ഉദ്യോഗസ്ഥരും വനം വകുപ്പും അവിടെ എത്തി. ആന മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഇപ്പോൾ പനവല്ലിയിലെ എമ്മടി മേഖലയിലാണ് ആന ഉള്ളത്. മിഷൻ അരിക്കൊമ്പൻ ദൗത്യത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയ കൂടി ദൗത്യസംഘത്തിൽ ഏർപ്പെട്ടതിനാൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് വനം വകുപ്പ്. ഇന്നലെ കേരള വനം വകുപ്പിനോടൊപ്പം കർണാടക വനം വകുപ്പിൽ നിന്നുള്ള 25ഓളം ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം കൂടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഇതേ ബേലൂർ മഗ്നയെ തന്നെ പിടികൂടി പരിചയ സമ്പത്തുള്ള കർണാടക വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും കേരളത്തിലെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ദൗത്യം കൂടുതൽ എളുപ്പമായിരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് നാട്ടുകാരും ഉദ്യോഗസ്ഥരും.